പ്രിയപ്പെട്ടവരെ, കേരള സർക്കാരിനോടൊപ്പം റിപ്പോർട്ടർ ടിവിയും ചേർന്നാണ് മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിലെത്തിക്കുന്നത്. നവംബറിലാണ് കാര്യവട്ടം സ്റ്റേഡിയത്തിൽ മത്സരം. ഫിഫ റാങ്കിങ്ങിൽ ആദ്യ 50 ഇടം പിടിച്ച ടീം തന്നെയായിരിക്കും എതിരാളികളായി എത്തുക. റിപ്പോർട്ടർ ടിവിയുടെ വൈസ് ചെയർമാൻ ജോസ് കുട്ടി അഗസ്റ്റിൻ ചേരുന്നുണ്ട് തത്സമയം. ജോസ് കുട്ടി അഗസ്റ്റിൻ, വെരി ഗുഡ് മോർണിംഗ്. വാമോസ് അർജന്റീന. ജോസ് കുട്ടി അഗസ്റ്റിൻ, ഇനിയിപ്പോ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. എണ്ണിത്തുടങ്ങിയോ ദിവസം? ഇപ്പോൾ 11-12 ആഴ്ച കഷ്ടി നമ്മുടെ മുന്നിലുള്ളൂ. ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ബാക്കിയുണ്ട്, അല്ലേ ശ്രീ ജോസ് കുട്ടി അഗസ്റ്റിൻ? വെരി ഗുഡ് മോർണിംഗ് സാർ. നത്തിങ് ടു ഇമ്പോസിബിൾ, അതാണ് നമ്മുടെ ഒരു ടാഗ് ലൈൻ. നമ്മൾ വിചാരിച്ചാൽ എന്തും നടക്കും இந்த വേൾഡിൽ. അപ്പോൾ നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ നിന്ന ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് പേര് നമ്മളെ അകമൊഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. അവരോടെല്ലാം നമ്മൾ ഈ അവസരത്തിൽ നന്ദി പറയണം. പ്രത്യേകിച്ച് അർജന്റീന ടീമിനോട്, അവരുടെ മാനേജ്മെന്റിനോട്, എല്ലാവരോടും നമ്മൾ വളരെ നന്ദിയോടെ അവരെ ഓർക്കണം. അതുപോലെ തന്നെ നമ്മൾ വലിയൊരു മാമാങ്കത്തിനാണ് തുടക്കം പിടിക്കുന്നത്. അപ്പോൾ ആ വലിയ മാമാങ്കം നമുക്ക് വളരെ വിജയപ്രദമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ഇനി ഒരുപാട് പേരുടെ സഹായങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. ഒരുപാട് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ശരിക്കു പറഞ്ഞാൽ കുറേ രാത്രികളായിട്ട് നമ്മൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. അങ്ങനെ നമ്മൾ നല്ല ടെൻഷനിലായിരുന്നു. ഒരു കാര്യമില്ലാത്ത ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വായുവിൽ നിന്ന് എടുത്ത കുറേ ന്യൂസുകൾ നമ്മുടെ മാധ്യമങ്ങൾ നമ്മൾക്കെതിരെ എടുത്ത് പ്രയോഗിച്ചു നോക്കി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കി. പക്ഷെ ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു. പക്ഷെ അന്നേരം നമുക്ക് കുറച്ച് സ്പീഡ് കൂടി. അപ്പോൾ ശത്രുക്കൾ ഉണ്ടായെങ്കിലേ വിജയം പെട്ടെന്ന് സുനിശ്ചിതത്തിലേക്ക് എത്തിക്കാൻ പറ്റൂ എന്നുള്ളത് കൊണ്ട് നമ്മളും കുറച്ച് ആവേശത്തിൽ മുന്നോട്ട് പോയി. അതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു പ്രഖ്യാപനം എത്തിക്കാൻ നമുക്കതിലേക്ക് എത്താൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇന്ന് നമുക്ക് റിപ്പോർട്ടർ ടി വി അപേക്ഷിച്ചിട്ട് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള, മലയാളികളെ അപേക്ഷിച്ചിട്ട് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള, സ്പോർട്സിനെ സ്നേഹിക്കുന്ന ഓരോ ആളുകൾക്കും ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ദിവസമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് കേരള സർക്കാരിനോട്, ഇന്ത്യ ഗവൺമെന്റിനോട് ഒക്കെ നമുക്ക് നമ്മുടെ നന്ദി അറിയിക്കേണ്ടതായിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിൽ പല ആളുകളും നമ്മളെ അകമൊഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് പാർട്ട്നേഴ്സ് എല്ലാവരും നമ്മളെ ഈ കാര്യത്തിൽ സഹായിച്ചിട്ടുണ്ട്. ഇതൊരു വലിയ മാമാങ്കത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തുടക്കമാണല്ലോ. അപ്പം നമ്മൾ മാത്രം വിചാരിച്ചാൽ ഇത് എവിടെ എത്തില്ല. പക്ഷെ എല്ലാവരും നമ്മുടെ കൂടെ നിന്നു. മറ്റുള്ള മൈനസ് കാര്യങ്ങളിലൊക്കെ വന്ന സമയത്തും നമ്മളെ എല്ലാവരും അകമൊഴിഞ്ഞ് സഹായിച്ചു, നമ്മുടെ കൂടെ നിന്നു, കട്ടയ്ക്ക് നമ്മുടെ കൂടെ നിന്ന് നമ്മളെ ഈ ഒരു ഉദ്യമത്തിന്റെ അങ്ങ് ഉച്ച സ്റ്റൈലെത്തിക്കാൻ നമ്മളോട് ഇവർ കൂടെ നിന്ന് പരിശ്രമിച്ചു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് റിപ്പോർട്ടർ ടി വിയാണ്. പ്രത്യേകിച്ച് ഞാൻ പേഴ്സണലായിട്ട് ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു. ഓക്കെ, ശ്രീ ജോസ് കുട്ടി അഗസ്റ്റിൻ, നമ്മൾ ഈ ചാനൽ റീലോഞ്ച് ചെയ്ത സമയത്ത് നമ്മളെടുത്തൊരു എഫേർട്ട് ഉണ്ട്. അതിൻ്റെ 10 മടങ്ങ് എഫേർട്ട് വേണ്ടി വരും മെസ്സിക്കും അർജന്റീന ടീമിനും കളിക്കാൻ വേണ്ടി. ഇനി നമുക്കൊരു ടീമിനെ കണ്ടെത്തേണ്ടതുണ്ട്. അതിനുശേഷം അതിലേക്കുള്ളൊരു തരംഗമുണ്ടല്ലോ. ഈ 12 ആഴ്ചകൾ, 10-75 ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ, അല്ലേ ജോസ് കുട്ടി അഗസ്റ്റിൻ? അതൊരു ടെൻഷനാണ്. തീർച്ചയായിട്ടും നമ്മൾ ഒരുവിധം എല്ലാ കാര്യങ്ങളും തന്നെ പൂർത്തിയാക്കിച്ചിട്ടുണ്ട്. ഒരുവിധം എല്ലാ കാര്യങ്ങളും തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് രാവിലെ മിനിസ്റ്റർ പറഞ്ഞതും അത് തന്നെയാണ്. നമ്മൾ ഒരുപാട് ടീമുകളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതിന് 1-2 ടീമുകൾ നമ്മൾ ഫൈനലൈസ് ചെയ്തതുപോലെ തന്നെയാണ്. അപ്പോൾ അവരെ നമ്മൾ എത്രയും പെട്ടെന്ന് അവർ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങൾ അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നമ്മൾ അവരുമായിട്ട് ഒരു എഗ്രിമെന്റിലേക്ക് മൂവ് ചെയ്യും. അത് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം. താങ്ക് യു ശ്രീ ജോസ് കുട്ടി അഗസ്റ്റിൻ. റിപ്പോർട്ടർ ടി വി വൈസ് ചെയർമാൻ ശ്രീ ജോസ് കുട്ടി അഗസ്റ്റിൻ കൂടിയാണ് നമുക്കൊപ്പം ചേർന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി അർജന്റീന ടീമിനെ വരവേൽക്കാൻ വേണ്ടി കേരളം തയ്യാറെടുക്കുകയാണ്.